ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ദുബായ് മാളിലുള്ള ഒരു കൂറ്റൻ ഫോസിലിന്. അപ്പോൾ ഈ ഫോസിലിന് പഴക്കം ഏകദേശം 150 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഫോസിലാണ്. ഇതൊരു ഡൈനോസറിൻ്റെ ഫോസിലാണ്. ഈ ഡൈനോസറിൻ്റെ വാല് ഈ ശരീരഭാഗം എപ്പോഴെങ്കിലും പൊക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് ശത്രുവിനെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി, അപ്പോൾ ഈ വാല് മൂന്നാമത്തെ ഒരു ലിംബായിട്ട് പ്രവർത്തിക്കും. ഇതിൻ്റെ തല വളരെ ചെറുതായതുകൊണ്ട് ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് വളരെ കുറച്ച് മാത്രം മതി. ഈ ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടുപിടിക്കുന്നത് 2008 വടക്കേ അമേരിക്കയിൽ ഒരു ക്വാറിയിൽ വെച്ചാണ്. ഡാന ക്വാറി ഇൻ USA. ഈ ഫോസിൽ കണ്ടുകിട്ടുമ്പോൾ അതൊരു സ്ലീപ്പിംഗ് പൊസിഷനിലായിരുന്നു. ഇതിൻ്റെ 360 ബോൺസ് ഇൻടാക്റ്റാണ്. ഇതിന് കമ്പയർ ആയിട്ട് വേറൊരു ഫോസിൽ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. രണ്ട് വർഷം കൊണ്ടാണ് ഈ ഫോസിലിനെ കംപ്ലീറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നു. ഈ ഫോസിലിൻ്റെ മുമ്പിൽ നമ്മുടെ ആനയുടെ വലിപ്പമൊന്നും യഥാർത്ഥത്തിൽ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു കഷണം പോലും നഷ്ടപ്പെടാതെ വളരെ ക്ഷമയോട് കൂടി ഇതിനെ എക്സ്കവേറ്റ് ചെയ്ത അവരുടെ ക്ഷമയെ നമിക്കുന്നു. ഇതിനെ ഇത്രയും കാര്യമായിട്ട് സൂക്ഷിക്കുകയും നമുക്കെല്ലാം ഇത് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരികയും ചെയ്ത ദുബായ് മാൾ അധികൃതരെ നന്ദി അറിയിക്കുന്നു. അത്രയും വർഷങ്ങൾ മുമ്പ് ഇതുപോലെ ഒരു ജീവി ഭൂമിയിൽ ജീവിച്ചിരുന്നെന്നും എല്ലാം നമുക്ക് ഈ ഫോസിൽ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഭൂമിയിലുണ്ടായിരുന്നു എന്നും യാതൊരു അറിവും ഇല്ല. അപ്പോൾ ഈ ദുബായ് മാളിൽ കണ്ട ഈ ഫോസിലിനെ പറ്റി, അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഫോസിലിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.